എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. അതിഭയങ്കര ചൂടാണ്, കടുത്ത വേനലിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കടുത്ത ചൂടിലും എൻ്റെ ടെറസിന് യാതൊരുവിധ മാറ്റവും ഇല്ല, നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നു. ഈ പച്ചപ്പ് കാണുമ്പം നമ്മുടെ മനസ്സിനും കണ്ണിനും എല്ലാം ഒരു കുളിർമ. കൂടാതെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പറിക്കാം, അതുപോലെ തന്നെ രുചിയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പം വിഷുവിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പം ആ വിളവെടുപ്പ് ഇന്നാണ് ഞാൻ നടത്തുന്നത്. അധികമൊന്നുമില്ല കേട്ടോ. വെള്ളരി ഞാൻ നേരത്തെ വെള്ളരി നട്ടായിരുന്നു വിഷുവിന് പറിക്കാനായിട്ട്. അപ്പം വെള്ളരിയുണ്ട്, പീച്ചിങ്ങയുണ്ട്, ചൊരക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, ചീരയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്. ഇത്രയൊക്കെ മതിയല്ലോ. ഞാനീ പറഞ്ഞ പച്ചക്കറികളെല്ലാം, അതായത് വെള്ളരി, പീച്ചങ്ങ, ചൊരക്ക, ഇതൊക്കെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ല പച്ചക്കറികളാണ്. ഈ വേനൽക്കാലത്ത് കഴിക്കേണ്ടത് തന്നെയാണ്. അപ്പം ഇതൊക്കെ കഴിക്കുന്നത് കൂടി നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. ഈ അമിതമായിട്ട് ചൂട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ടെറസിൽ നാരങ്ങയും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സുഭിക്ഷമായിട്ടുള്ള ഒരു വിഷുക്കാലം എനിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ടെറസും അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുക. അപ്പം പീച്ചങ്ങ, ചൊരയ്ക്ക, വെള്ളരി, ഇതൊക്കെ നമുക്ക് പച്ചയ്ക്ക് അരിഞ്ഞ് കഴിക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് പച്ചപ്പാവയ്ക്ക. ഈ പച്ചപ്പാവയ്ക്ക കാണുമ്പം, കടും പച്ചപ്പാവയ്ക്ക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതിന് ഭയങ്കര കയ്പ്പാന്ന്. പക്ഷേ കയ്പ്പ് ഒട്ടുമില്ല, നല്ല ടേസ്റ്റ് അത്. എൻ്റെ പച്ചപ്പാവയ്ക്ക, ഈ പാവയ്ക്ക പച്ചടി ഭയങ്കര ഇഷ്ടം. എൻ്റെ ടെറസിലെ കറിവേപ്പ് കണ്ടോ? അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളൊരു സാധനമാണ് കറിവേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേ കണ്ടോ, നല്ല ഇലയാണ്, നല്ല മണമാണ് ഇതിന്. കണ്ടോ, അപ്പം ഞാനിത് നട്ടിരിക്കുന്നത് കണ്ടോ, ഒരു വലിയ പാത്രത്തിലാണ് നട്ടിരിക്കുന്നത്. കണ്ടോ, കണ്ടോ, എൻ്റെ ബട്ടർ നട്ട് അത് പൂത്തിട്ടുണ്ട് ഇപ്പം. ഇതുണ്ട്, ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണിക്കാം. ഇത് കണ്ടോ, എൻ്റെ ഞൊട്ടയ്ക്ക എന്ന് പറയുന്ന ചെടി നിറയെ കായ്കളുണ്ടാവും. ഇത് തന്നെ കിളുത്ത് വന്നതാണ്, ഞാൻ നട്ടതൊന്നുമല്ല, തന്നെ കിളുത്ത് വന്നതാണ്. ഇത് പഴുക്കുമ്പോൾ നമുക്ക് പറിച്ച് തിന്നാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം ഞാൻ ഒരു പന്തലിൽ തന്നെയാണ് കേട്ടിരിക്കുന്നത്. ഈ പാവയ്ക്കൊക്കെ ഇതിലും വലിപ്പം വെക്കുന്നത് ഈ കടുത്ത ചൂട് കാരണമാണ്. ഇത്രയും മഴകളുണ്ടായിരുന്നെങ്കിൽ നല്ല വലിപ്പം. അതുപോലെ തന്നെ മത്തങ്ങ വഴുതന നിൽക്കുന്നത്, മത്തങ്ങ വഴുതന വെള്ളയാണ്. ഒരു പാത്രത്തിൽ ഒരെണ്ണം മാത്രമേ നട്ടിട്ടുള്ളൂ, അതാണ് ഏറ്റവും നല്ലത്. പച്ചപ്പാവയ്ക്ക ഇപ്പോൾ പടന്നു വരുന്നത് കണ്ടോ. 3-4 പാത്രത്തിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഈ സമയത്ത് മത്തൻ വണ്ടിൻ്റെ ശല്യമുള്ളത്, ഇലകളൊക്കെ കിളുന്ന ഇലകളൊക്കെ തിന്നാൻ പറ്റും. ഇത് കണ്ടോ, ഒരു പടവലങ്ങ ഉണ്ടായി വരുന്നത് കണ്ടോ. ഇത് മനുശ്രീ എന്ന പടവലോ ഞാനിപ്പം കൊടുക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഇവിടെ വെള്ളരിക്ക ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇത് കവറിട്ടിരിക്കുമായിരുന്നു. നല്ല വലിപ്പമുണ്ട്. ഇതങ്ങ് മുറിച്ചെടുക്കാം. ഏകദേശം നല്ല വലിപ്പമുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമായി എനിക്ക്. പീച്ചങ്ങ കണ്ടോ, നല്ല നീളമുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് സമയത്താണ് വിളവെടുക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു വെള്ളരിക്ക കിടക്കുന്നത്. ഞാനിത് കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുക. അതിൻ്റെ കവർ നമുക്കൊന്ന് മാറ്റാം.
ടെറസിൽ നമ്മൾ കൃഷി ചെയ്തെങ്കിലും ഏകദേശം നല്ല വലിപ്പമുണ്ട്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കണ്ടോ? ഇത് കണ്ടോ, ഒരു കുഞ്ഞൻ വെള്ളരിക്ക. ഇതുണ്ടല്ലോ ഇച്ചിരി കയ്ക്കുമായിരിക്കും, ഇതുപോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് മുഖത്ത് തേക്കാം. ഇതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് മുഖത്ത് പുരട്ടിയാൽ നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ആ സൺബേൺ ഒക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. വെള്ളരിക്ക എല്ലാം കൂടി എനിക്ക് വിളവെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒരു 2-3 ആഴ്ചയോടെ കഴിഞ്ഞിട്ടെടുക്കാം. ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുമായിരുന്നു. ഇങ്ങനെ തന്നെ ഇതങ്ങ് കവർ കെട്ടിയിട്ടേക്കാം. ഇത് കണ്ടോ, ഇത് ഒരു നീളം ചൊരുക്കിയത്, നീളനല്ല ഒരു ഓവൽ ഷേപ്പിലെ ചൊരുക്കിയത്. അപ്പോൾ ഇത് ഞാൻ വിത്തിന് നിർത്തിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ചെറിയ പുള്ളികളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാനെടുത്ത് കറി വെച്ചു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വേണം നമ്മൾ ഈ വേനൽക്കാലത്ത് നടാൻ വേണ്ടി. ഇത് ഇവിടെ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പറമ്പിൽ കൂടെ നടക്കുന്നതിലുള്ളൊരു ഫീലിങ്ങാണ്. എന്ത് രസമാണ്. പേരയിലൊക്കെ നിറയെ മുട്ടുകൾ വന്നതുണ്ടോ? കണ്ടോ, നിറച്ച് മുട്ടുകളാണ്. ഈ വേനൽക്കാലം ആകുമ്പോൾ ഭയങ്കര കീടശല്യമാണ്, അത് മാത്രമേ ഉള്ളൂ നമ്മൾക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ തന്നെ കായ്കളും ചെറുതായിരിക്കും. ഇതുണ്ടോ വേറൊരു വെള്ളരിക്ക. അപ്പോൾ ഇത്രയും വെള്ളരിക്ക എല്ലാം കൂടെ ഞാൻ വിളവെടുക്കുന്നില്ല. നല്ല രസമുണ്ടല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷം ഇതുപോലെ നിറഞ്ഞ വിളവുണ്ടാകുമ്പം. അതിൻ്റെ കൂടെ ഒരു മയിൽപ്പീലിച്ചീരം വന്നിട്ടുണ്ട്. അപ്പം മുളകൊക്കെ നിറയെ പൂത്ത് നിൽക്കുക, ഒരു പൂ പോലും പൊഴിയുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു വളമുണ്ടല്ലോ, ഈ ശർക്കരയും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും ചേർന്ന് അതങ്ങോട്ട് തളിച്ചു കൊടുത്താൽ മതി. കണ്ടോ, പൊന്നാങ്കണ്ണിച്ചീര ഇഷ്ടംപോലെ തളർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ തണലത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നല്ല വെയിലത്താണെങ്കിൽ ഇങ്ങനെ എത്രയും നല്ല ഫ്രഷായിട്ട് നിൽക്കത്തില്ല ഇപ്പോഴത്തെ കടും ചൂടിൽ. ചീര ഞാൻ 2-3 പ്രാവശ്യം മുറിച്ചു, പിന്നെയും പുതിയ കിളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചീര വിളവെടുക്കുന്നില്ല, വേറെ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ എനിക്ക്, അതുകൊണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ചക്കക്കുരു മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ചീരയും കൂടെ ചേർത്ത് നല്ല സൂപ്പർ അവിയൽ വെക്കാം. അപ്പോൾ ഇത് കണ്ടോ, എന്ത് വെള്ളരിക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല വലിയ 3 വെള്ളരിക്ക ഉണ്ട്, അതുപോലെ തന്നെ ചെറിയതും ഉണ്ട്. പിന്നെ
പീച്ചങ്ങ, പാവയ്ക്ക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കിട്ടുമ്പം നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടെറസിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചിലപ്പോൾ ഒരു പുഴുവൊക്കെ കുത്തിയെന്നിരിക്കും. അതാകുമ്പോഴൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റ് സമയത്ത് ഞാൻ കവർ ഇടാത്തതുകൊണ്ട് വന്നൊരു കാര്യമാണ്. ഇത് കണ്ടോ, ഇതിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം 7907787439. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.